ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗയുടെ കല്യാണം നടത്താനായിട്ട് സുജാത ലൂസിയമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കൂട്ടുപിടിക്കുകയാണ് കേട്ടോ. ലൂസിയമ്മ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ സുജാതയുടെ ഭാഗത്തു നിന്ന് എത്ര കാശ് വേണോ അത് ഞാൻ തന്നിരിക്കും. ലൂസിയമ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുക. അത് സുജാത പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കല്യാണം എങ്ങനെയും മുടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സുജാത പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങാം, എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണേ. പെട്ടെന്ന് വിനീത് അങ്ങോട്ട് വരിക. അമ്മ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ ശരിയായിട്ട് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഈ സുജാതയുടെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ. ഞാൻ ആരെങ്കിലും സ്നേഹിച്ചാൽ ഉള്ളു തുറന്നു തന്നെ സ്നേഹിക്കും, എന്നാൽ വെറുത്താലോ അവരുടെ നാശം കണ്ടേ അടങ്ങുള്ളൂ. എന്നെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ ഇപ്പം എൻ്റെ ചേട്ടനും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കണ്ട. നിന്റെ കണ്ണീര് കണ്ടിട്ട് അവൾ എങ്ങനെ പുതിയൊരു ജീവിതം ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവളെ നിന്റെ മനസ്സിൽ നിർത്ത് കളഞ്ഞോണം. ഇനി ആ ഭൂലോകരംഭ നിനക്ക് വേണ്ട. അതുമാത്രമല്ല, അവളുടെ പടം നിന്റെ കടയിൽ മുഴുവനും വരച്ചു വെച്ചിട്ടില്ലേ, അത് മുഴുവനും എടുത്ത് മാറ്റിക്കോ. പറഞ്ഞത് മനസ്സിലായോ? അത് നോക്കാനായിട്ട് ഞാനങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് സുജാത കയറി പോവാണേ. ഇപ്പോൾ വിനീതിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗംഗയെ മറക്കാനൊന്നും വിനീതിന് അങ്ങനെ പറ്റത്തില്ലല്ലോ. വിനീത് സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കുവാണേ. ഇത് സമയം വീട്ടിൽ നമ്മുടെ യമുനയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പ് മാത്രമല്ല, കൂടെ കാര്യമായിട്ട് കക്ഷി കഴിക്കുന്നുമുണ്ട്. പെട്ടെന്ന് നീളെ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് നീളെ ചോദിക്കും, ചേച്ചി ഇത് കണ്ടോ? എന്നാടി ഈ ഉടുപ്പ് കണ്ടോ? അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഉടുപ്പ്. ആഹാ, നല്ല ഉടുപ്പാണല്ലോ ചേച്ചി. ഇതിൽ എന്നെപ്പോലെ ഒരാൾക്ക് കൂടി കയറാം. വലിയ ഉടുപ്പാന്നേ. അതിനാണോ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? നീ ഇത് ഗംഗേച്ചിയുടെ കൈ കൊണ്ട് കൊടുക്ക്. ഗംഗേച്ചി ഇത് നിനക്ക് ചെറുതാക്കി ഷേപ്പാക്കി തരും. പ്രശ്നം തീർന്നില്ലേ? അത് ശരിയാണല്ലോ, എനിക്ക് ആ ബുദ്ധി പോയില്ല. ഗംഗേച്ചി എന്തിയെ? ഗംഗേച്ചി അവിടെ റൂമിൽ ഇരിപ്പുണ്ട്. ചേച്ചിക്ക് എന്തോ അത്യാവശ്യമായിട്ട് ആ ഗായത്രി ചേച്ചിക്ക് തയ്ച്ചു കൊടുക്കാനുണ്ടെന്നോ, ആരും ശല്യം ചെയ്യരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിളിക്കാനൊന്നും പോയില്ല. നീ ആ റൂമിലോട്ട് ചെല്ല. ഇപ്പോഴാണ് ചേച്ചി തയ്ച്ചുകൊണ്ടിരിക്കുമല്ലേ, ഇപ്പം തന്നെ ഷേപ്പ് ചെയ്ത് തരികയും ചെയ്യും. അത് നല്ല ഐഡിയ ആണല്ലോ. താങ്ക് യു ചേച്ചി, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണേ. അതേസമയം നവീൻ്റെ അമ്മ രാജേശ്വരി ആണെങ്കിൽ ആ റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന നവീൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു സ്റ്റാഫുണ്ട്. അവനെ അടുത്തേക്ക് വിളിക്കുക. ഇത് കണ്ടോ, ഈ റിവ്യൂ വന്നിരിക്കുന്നത് നീ കണ്ടോ? എന്താ ആൻറ്റി, എന്താ കാര്യം? എത്ര നെഗറ്റീവ് റിവ്യൂ ആണ് നമ്മുടെ റിസോർട്ടിനെ പറ്റി വന്നിരിക്കുന്നത്. അന്നേ ദിവസം ആർക്കായിരുന്നു ഈ റിവ്യൂ എഴുതിയ ആൾക്കാരുടെ റൂമിന്റെ ചാർജ് എന്ന് ചോദിക്കും. അത് ധന്യയ്ക്ക്. അവളെ ഇങ്ങോട്ട് വിളിക്കുക. അത് വേണോ ആൻറ്റി? നീ വിളിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ധന്യെ വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ചോദിക്കും, ഈ റിവ്യൂ നീ കണ്ടായിരുന്നോ ധന്യെ എന്ന് ചോദിക്കും. അത് മേഡം, ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ നീ കണ്ടോ? ചൂടുവെള്ളം ചോദിച്ചിട്ട് സമയത്തിന് കൊടുത്തില്ല, ബെഡ്ഷീറ്റ് മാറ്റിയില്ല, എന്തൊക്കെ നെഗറ്റിവിറ്റികൾ അവർ എഴുതി കൂട്ടിയിരിക്കുന്നത്. ഇങ്ങനെ 100 നെഗറ്റീവ് നമ്മുടെ റിസോർട്ടിനെ പറ്റി വന്നാൽ ഇവിടെ ആരെങ്കിലും കയറാൻ വരുമോ? പിന്നെ നമ്മളെ ഇത് തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ആകും. നിന്നെ പോലെയുള്ളവർക്ക് ഞാൻ ശമ്പളം തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഈ റിസോർട്ടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവർക്ക് സൗകര്യാനുസൃതം നിന്നു കൊടുക്കാതെ നീ എന്തൊക്കെയായി ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത്? അവർക്ക് എന്തുകൊണ്ട് നീ സമയത്തിന് ചൂടുവെള്ളം എത്തിച്ചു കൊടുത്തില്ല? അതുപോലെ അവർ പറഞ്ഞ പോലെ എന്തുകൊണ്ട് കറക്റ്റ് സമയത്ത് അവരുടെ ബെഡിന്റെ വിരി മാറ്റി കൊടുത്തില്ല എന്നൊക്കെ ചോദിച്ച് അവളോട് ദേഷ്യപ്പെട്ടു കേട്ടോ. അത് മേഡം, ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മേഡത്തിന് ഇത് മനസ്സിലാക്കാൻ പോകുന്നില്ലല്ലോ. ആ മന്ത്രിയുടെ മകന്റെ പ്രശ്നം വന്നപ്പോൾ തൊട്ട് മേഡം എന്നെ കാണുന്നത് വേറൊരു രീതിയിലാണ് എന്ന് പറയൂട്ടോ. തന്നെ ആവശ്യമില്ലാത്തത് നീ പറയരുത്. നിനക്ക് നിന്റെ ജോലി മാന്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല, അത് തന്നെയാണ് നിന്റെ പ്രശ്നം. ഇനിയും ഇത് ആവർത്തിച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് ധന്യക്കിട്ട് ഒരു അടി കൊടുക്കണം കേട്ടോ, കവിള് നോക്കിയിട്ട്. ഇനി നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ധന്യനെ പറഞ്ഞു വിടുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നവീൻ നിൽക്കുന്നത്. നവീന് സങ്കടം വരും അമ്മയുടെ ഈ രീതിയിലുള്ള പെരുമാറ്റം കാണുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇവിടെ ധന്യ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ. രാജേശ്വരി തൻ്റെ ദേഷ്യമാണെങ്കിൽ ഒരു വിധത്തിൽ നിയന്ത്രിക്കുക. വീട്ടില് നീളക്കുട്ടിയാണെങ്കിൽ ഗംഗയെ അന്വേഷിച്ചിട്ട് പോയിട്ട് അവിടെ എങ്ങും നിളയെ കണ്ടില്ല. ചേച്ചിയല്ലേ പറഞ്ഞത് ഗംഗേച്ചി റൂമിലിരുന്ന് തയ്ക്കുവാണെന്ന്. ചേച്ചി എങ്ങും അവിടെ ഇല്ല എന്ന് പറയൂട്ടോ. പെട്ടെന്ന് കാവേരി അങ്ങോട്ട് വരും. യമനെ, നീ ഗംഗേച്ചിയെ കണ്ടായിരുന്നോ? ചേച്ചി അവിടെ തയ്ക്കുന്നുണ്ടെന്നേ. തയ്ക്കുന്നുണ്ടെന്നോ? ഞാനും ഇപ്പോൾ അവിടെ നിന്നാണല്ലോ വന്നത്. ചേച്ചി എങ്ങും അവിടെ ഇല്ല. ആ ഗായത്രി ചേച്ചി എന്നെ വിളിച്ചു. ആ ചേച്ചിയുടെ പിള്ളേരുടെ തുണി ഓണക്കോടിയായിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുത്തതാന്ന്. അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലെന്ന് എന്നെ വിളിച്ച് ആ ചേച്ചി ചോദിക്കുക. ഗംഗേച്ചി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന്, ഭയങ്കര ബിസിയാണെന്ന്. എൻ്റെ പൊന്ന് കാവേരിച്ചി, അവിടെ ഉണ്ടായിരുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോയി നോക്ക് എന്ന് പറയും. ഞങ്ങൾ അവിടെ നിന്നല്ലേ വന്നത്. പിന്നെ ഗംഗേച്ചി ഇത് എവിടെ പോയി? എന്നാൽ പുറത്തെവിടെയെങ്കിലും കാണും, ബാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കാവേരിയും നിളയും യമുനയും കൂടി പുറത്തോട്ട് പോവാണ് കേട്ടോ. പുറത്തോട്ട് പോകുമ്പം അവിടെ ഗംഗ ഒരു മരച്ചോട്ടിൽ നിന്ന് ഭയങ്കര സംസാരം. അതാടെ തിക്കുന്നു ഗംഗേച്ചി. ആരെയോ കാര്യമായ സംസാരത്തിലാണല്ലോ, ഞാൻ എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് കാവേരി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുക. ഗംഗയാണെങ്കിൽ ഗംഗയുടെ വുഡ്ബീനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെയോ, ആണോ, അവിടെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ.
ഇവിടെ ഈ വെടിക്കെട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഉത്സവത്തിന്, അല്ലാതെ പാർട്ടിയിലൊന്നും ഞാൻ പോയിട്ടില്ല എന്ന് പറയാം. കല്യാണം കഴിയുമ്പം അവിടെയൊക്കെ കൊണ്ടുപോകുമല്ലോ എന്നെ എന്നൊക്കെ ഗംഗ ചോദിക്കുകയാണ്. പെട്ടെന്നാണ് കാവേരി ഗംഗയുടെ അടുത്തേക്ക് വരുന്നത്. ഗംഗേശി എന്തായി ചെയ്യുന്നത്? എന്താടി, എന്താ കാര്യം? ദേ ഇത് ചേച്ചി എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മരവ, അതിൻ്റെ എല്ലാ ഇലയും ഇപ്പം തന്നെ പിച്ചിപ്പറിച്ച് താഴെയിട്ട് കളയോ, അത് കരിയിച്ച് കളയോ? ഇതേ തേയിലയൊന്നും അല്ല ഇല ഇങ്ങനെ ഞുള്ളിപ്പറിച്ച് കളയാൻ എന്ന് പറയൂട്ടോ. ചേച്ചി ആരെയും സംസാരിക്കുന്നത്? അത് പിന്നെ അത് ഞാൻ ഗായത്രി ചേച്ചിനെ വിളിക്കുമായിരുന്നു. ചേച്ചിയുടെ പിള്ളേർക്ക് അളവ് തന്നതിലെ ചെറിയൊരു മിസ്റ്റേക്ക്, അത് വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഫോണിൽ ഉള്ളത് ആരാ എന്നും പറഞ്ഞ് ഗായത്രി ചേച്ചിയുടെ ഫോൺ അങ്ങോട്ട് കൊടുക്കൂട്ടോ ഗംഗയുടെ കയ്യിലോട്ട്. എടി ഞാൻ എപ്പോഴാടി നിന്നെ വിളിച്ചത് എന്ന് ഗായത്രി ചോദിക്കുക. അത് പിന്നെ ഞാൻ എന്നാൽ പിന്നെ വിളിക്കാൻ ചേച്ചി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. ദേ സത്യം പറഞ്ഞു ഗംഗേച്ചി, എന്താ ഒരു കള്ളത്തരം? ഗായത്രി ചേച്ചിയുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഡ്രസ്സ് ഇതുവരെയും കൊടുത്തില്ലെന്ന് ചേച്ചി പറഞ്ഞല്ലോ. എന്നെ ഇപ്പോൾ 2-3 തവണയായിട്ട് വിളിക്കുന്നു, ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞല്ലോ. എടി അത് കൂടുതൽ ഉരുണ്ടെന്നും കളിക്കണ്ട. ചേച്ചി ഋഷിച്ചേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലേ? സംസാരിക്കുക. പക്ഷെ കടമകൾ കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. തയ്ക്കാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് കൊടുക്കണം, അല്ലെ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ? അത് കഴിഞ്ഞ് ബാക്കി സമയത്ത് മുഴുവൻ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരുന്നോ കൊച്ചു കള്ളി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഓടി വന്ന് ഗംഗനെ കിക്കിളിയൊക്കെ കുടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചിരിയും കളിയൊക്കെ മുത്തശ്ശി മാറി നിന്ന് കാണുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾമാരുടെ ഒരു സന്തോഷം കണ്ടില്ലേ? എൻ്റെ കൊച്ചുമോനെ വേദനിപ്പിച്ചിട്ട് ഇരുന്ന് സന്തോഷിക്കുന്നു അവൾ എന്നൊക്കെ മുത്തശ്ശി മനസ്സിലിങ്ങനെ പറയുവാണേ. അതേസമയം രാജേശ്വരിയുടെ വീട്ടിൽ വിനീതാണെങ്കിൽ ലാപ്പിൽ നോക്കി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ രാജശ്രീ അവനുള്ള ചായയായിട്ട് അങ്ങോട്ട് വരിക. ഇതാ മോനെ ചായ, നിന്റെ ഇഷ്ടത്തിന് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്, കുടിക്കുക എന്നും പറഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് ഒരു കവള് കുടിച്ചു കഴിഞ്ഞ് പറയും, ഇത് ഒന്നിനും കൊള്ളില്ല ഈ ചായ. അമ്മ ഇതെന്താ ശരിക്കും ഇടാതിരുന്നേ? ആവശ്യത്തിന് കടുപ്പവും ഇല്ല, മധുരവും ഇല്ല, ചൂടും ഇല്ല എന്ന് പറയാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടാണല്ലോ നിനക്ക് കൊണ്ട് തന്നത്. അമ്മയ്ക്ക് ടേസ്റ്റ് തോന്നി, പക്ഷെ എനിക്ക് തോന്നുന്നില്ല എന്നും കരുതി അത് എൻ്റെ കുറ്റമാണോ എന്ന് ചോദിക്കുക. നീ എന്താ പറഞ്ഞു വരുന്നേ? അമ്മേ, ഈ ചായ ഇപ്പോൾ അമ്മ ഉണ്ടാക്കി അമ്മയുടെ ടേസ്റ്റ് അനുസരിച്ച്, പക്ഷേ എനിക്കത് രുചികരമായിട്ട് തോന്നിയില്ല. അതുപോലെയല്ലേ അമ്മ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും, ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മുടെ ഈ റിസോർട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ചിലർക്ക് ഇവിടുത്തെ സർവീസ് ഇഷ്ടപ്പെടും, മറ്റു ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം തന്നെ അമ്മ എത്ര മോശമായിട്ടാണ് ആ പെൺകുട്ടിയോട് പെരുമാറിയത്. ആ ഗംഗയെ എന്ത് തെറ്റവൾ ചെയ്താലും അവളെ തല്ലാനുള്ള എന്ത് അധികാരവും അമ്മയ്ക്കുള്ളത്? അമ്മ ഒരുമാതിരി സ്വഭാവം കാണിച്ചു, അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരമ്മയുടെ സ്റ്റാഫാന്ന് കരുതി അമ്മയുടെ അടിമകളൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിക്കൂ കേട്ടോ. അതായിരുന്നു നീ മനസ്സിൽ വെച്ച് സംസാരിച്ചത്? എടാ, നമ്മൾ ഈ റിസോർട്ട് നടത്തുന്നത് നമുക്ക് വേണ്ടി മാത്രമായിട്ടാണോ? നീ അത് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ. നിനക്കോ നമ്മുടെ അച്ഛനോ എനിക്കോ ആർക്കെങ്കിലും ഈ റിസോർട്ടിൽ നിന്ന് കിട്ടുന്ന ലാഭവിധത്തിൻ്റെ ആവശ്യമുണ്ടോ മുന്നോട്ട് ജീവിക്കാൻ? എന്നിട്ടും ഞാനിത് നടത്തിക്കൊണ്ട് പോകുന്നത് ഈ നാടിനും കൂടി വേണ്ടിയിട്ടാണ്. നിനക്കറിയാവോ ഈ ഗംഗയുടെ കുടുംബത്തെ പറ്റി? അവളുടെ അച്ഛൻ്റെ തൊഴിലെന്ന് പറയുന്നത് തന്നെ കുടിക്കല. രാവിലെ തുടങ്ങി വൈകിട്ട് വരെയും അവളുടെ അമ്മ കണ്ട തേയിലക്കാട്ടിൽ പോയി ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് മുഴുവനും തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോയി കുടിക്കല അയാളുടെ തൊഴിൽ. ഇവക്ക് താഴെ 2-3 അനിയത്തിമാരോടെ ഉണ്ട്. ഇങ്ങനെയുള്ള വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിൽ നിന്ന് അവൾ വരുന്നത്. ഇവക്ക് കാര്യമായ ഒരു വിദ്യാഭ്യാസവും ഇല്ല. മലയാളം എഴുതാനും വായിക്കാനും അത്യാവശ്യം അറിയാമെന്നൊഴിച്ചാൽ 3-ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമോ അവൾക്കുള്ളത്. അങ്ങനെയുള്ള ഒരുത്തിയെ ഞാൻ ഇവിടെ പിടിച്ച് ഈ റിസോർട്ടിൽ ജോലിക്ക് നിർത്തിയത് അവളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം കണ്ടിട്ട് തന്നെയാണ്. ഇപ്പോൾ അവളുടെ അമ്മയ്ക്കൊരു സമാധാനമുണ്ട്. ഇവളുടെ ശമ്പളവും കൂടി വെച്ച് മനസ്സമാധാനത്തോടെ അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ട്. അവളെങ്കിൽ അവളുടെ തന്ത എന്ന് പറയുന്നവൻ ഇവളെയും കൊണ്ട് തേയിലക്കാട്ട് ജോലിക്ക് വിട്ടനെ, എന്നിട്ട് ആ കാശും കൂടി മേടിച്ച് അയാൾ കുടിച്ചേനെ. അങ്ങനെയുള്ളപ്പം ഇവരെയൊക്കെ ഞാൻ എത്ര കാര്യമായിട്ടാണ് നോക്കുന്നതെന്ന് നിനക്കറിയാവോ? എൻ്റെ സ്റ്റാഫിനെ ഞാൻ വെറും സ്റ്റാഫായിട്ടല്ല കാണുന്നത്. അവർക്ക് സാലറിക്ക് പുറമെ നമുക്ക് കിട്ടുന്ന ഒരു ലാഭവിഹിതത്തിൻ്റെ ഒരു ശതമാനം അവർക്കെല്ലാവർക്കും ഞാൻ വീതിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഓണത്തിനും വിഷുവിനും എല്ലാവർക്കും വേണ്ടതുപോലെയെല്ലാം സാലറിക്ക് പുറമെ കാശ് നൽകാറുണ്ട്. അത്ര കാര്യമായിട്ടാണ് ഞാനിവിടെ എല്ലാവരെയും കൊണ്ട് നടക്കുന്നത്. എന്നിട്ടും അവരെന്നോട് ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പം അത് ഞാൻ പിന്നെ എങ്ങനെയാണ് ക്ഷമിക്കുക എന്ന് കരുതുന്നത്? ഇപ്പം തന്നെ അവൾക്ക് ഞാനൊരു ചെറിയ ശിക്ഷ നൽകി. അവളൊരു മന്ത്രിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ പ്രശ്നത്തിലും അവളുടെ കൂടെ സപ്പോർട്ടായി നിന്നവളാ ഈ ഞാൻ. അത്രയും വലിയ റിസ്ക് ഞാൻ ഏറ്റെടുത്തവളാ. എന്നിട്ടും ഞാൻ അവളെ ഇവിടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ല, ഇപ്പോഴും പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവിടെയുള്ളവരെല്ലാം സ്വന്തമായിട്ട് കാണുമ്പം എൻ്റെ സ്റ്റാഫും തിരിച്ചും ഈ സ്ഥാപനം അവരുടെയും സ്വന്തമായിട്ട് കണ്ട് പ്രവർത്തിക്കണം. അങ്ങനെ അല്ലാച്ചാൽ എനിക്കത് ക്ഷമിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ചെറിയൊരു ശിക്ഷ കൊടുത്തു. നീ നിൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു നോക്ക്, അവൻ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം ഞാൻ അവളെ ഒന്ന് പേടിപ്പിച്ചു എന്നും കരുതി അവൾക്ക് ജോലിയൊന്നും നഷ്ടപ്പെടുത്താൻ പോകുന്നില്ല. 2 ദിവസം കഴിയുമ്പം അവളോട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തോളാൻ പറയാൻ തന്നെ ഇരിക്കുമായിരുന്നു എന്ന് പറയേ. അത് കേൾക്കുമ്പോഴത്തേക്കും നവീൻ പറയും, സോറി
അമ്മയുടെ മനസ്സറിയാതെ ഞാൻ അമ്മയെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. അതൊന്നും സാരമില്ല. എൻ്റെ മോൻ എന്നെ വിളിച്ചത് അടിമകളെപ്പോലെ ഞാൻ എല്ലാവരെയും കാണുന്നതെന്നോ ശരിക്കും ഒരു പിശാശാണെന്നോ അമ്മ അങ്ങനെയൊന്നും അല്ലെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നില്ലെങ്കിൽ ഇത്രയും തൊഴിലാളികൾ ജോലിയെടുക്കുന്ന ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല. ഒരു കണക്കിന് ഞാനിവിടെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെയൊരു സ്ഥാപനം നടത്തുന്നതുകൊണ്ടാണ് ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് മേൽ ഒരുത്തനും കൈവെക്കാതെ മുന്നോട്ട് പോകുന്നത്. നിനക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുക. ശരി, എങ്കിൽ നിനക്ക് ഈ ചായ വേണ്ടല്ലോ, ഇത് നിന്റെ രുചിക്കനുസരിച്ചുള്ളതല്ലോ, അതുകൊണ്ട് ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് രാജേശ്വരി ആ ചായ മേടിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പം നവീന് ഭയങ്കര കുറ്റബോധം തോന്നുക. അമ്മയോട് കാര്യങ്ങൾ അറിയാതെ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. അമ്മ എത്ര കാര്യമായിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുവാണ് കേട്ടോ. അതേസമയം നമ്മുടെ കാവേരി ആണെങ്കിൽ ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണേ. നിനക്ക് ഞാൻ എന്തുമാത്രം വെള്ളവും വളവും തരുന്നുണ്ട്, എന്നിട്ട് നീ എന്താ എനിക്കൊരു പൂ പോലും തരാത്തത്? ഇങ്ങനെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ നിന്നോട് പിണങ്ങും കേട്ടോ. മറ്റുള്ളവർക്ക് തരുന്നേക്കാൾ കൂടുതൽ വെള്ളം ഞാൻ നിനക്കാ തരുന്നത്, പക്ഷെ ആ ഒരു സ്നേഹം തിരിച്ച് എന്നോടില്ല എന്നൊക്കെ പറയുകയാണേ. പെട്ടെന്ന് ഗംഗ അവക്കുള്ള ചായ ആയിട്ട് വരിക. ഇനി ചായ കുടിച്ചിട്ട് മതി ഈ സംസാരമൊക്കെ. ഈ ചെടികൾക്ക് നീ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവുമായിട്ടാണോ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്? ചേച്ചി, ഞാൻ ഈ ചെടികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇവരെ ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് തരുന്നത്. നമ്മൾ ഇവർക്ക് പരിചരണം മാത്രം നൽകിയാൽ പോരാ, അവരോട് സ്നേഹത്തോടെ പെരുമാറണം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരെ പോലെ തന്നെയാണ് സസ്യലതാദികളും. നമ്മളുടെ സ്നേഹവും പരിഗണനയും ഒക്കെ അവരും ആഗ്രഹിക്കുന്നേ. അവരോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറിയാൽ തിരിച്ച് അവരും നമ്മളോട് അങ്ങനെയായിരിക്കും. അല്ലാത്ത പക്ഷം അവരും നമ്മളോട് സ്നേഹം കാണിക്കത്തില്ല എന്ന് പറയും. ഓ ശരി തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞ് ഗംഗയും കാവേരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാജേശ്വരിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആ പെൺകുട്ടി കയറി വരുന്നത്. ഇവളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് അവളെ കാണുമ്പോൾ പെട്ടെന്ന് കാവേരി ചോദിക്കും. പെട്ടെന്ന് അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ചോദിക്കും. ആ പെൺകുട്ടി പറയും, അതെ ഇവിടെ നാടൻമുട്ട ഇരിപ്പുണ്ടോ ഗംഗേച്ചി എന്ന് ചോദിക്കും. ആ മുട്ടയുണ്ടല്ലോ, ഇപ്പം തന്നെ തരാലോ എന്നും പറഞ്ഞ് അത് കൊടുത്തു വിടുക. അല്ല, നിന്റെ മുഖത്താരാ അടിച്ചത്? നീ സത്യം പറയണം. അത് പിന്നെ രാജേശ്വരി അമ്മ. രാജേശ്വരി നിന്നെ അടിച്ചെന്നോ? എന്തിന് എന്നും പറഞ്ഞ് കാവേരി ദേഷ്യപ്പെടും കേട്ടോ. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇതിങ്ങനെ വിട്ട പറ്റില്ലല്ലോ, അല്ലെങ്കിലേ ആ സ്ത്രീക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. അവരോട് ഇത് ചോദിച്ചിട്ട് തന്നെ ഇന്ന് കാര്യം. നീ മര്യാദയ്ക്ക് വണ്ടി കയറിക്കേ, നമുക്ക് ഇപ്പം തന്നെ പോയി ചോദിക്കാം എന്ന് പറയേ. വേണ്ട ചേച്ചി, ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന് പറയൂട്ടോ പെൺകുട്ടി. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ കാവേരി അവളെയും കൂട്ടിക്കൊണ്ട് രാജേശ്വരിയുടെ വീട്ടിലോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.